സാമൂഹ്യക്ഷേമ ഓഫീസർക്കെതിരെ അധിക്ഷേപം. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർക്കെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി അധിക്ഷേപ വർഷം. പരിശോധനയ്ക്കിടെ ഭിന്നശേഷിക്കാരുടെ സംരക്ഷണ കേന്ദ്രത്തിൽ നിലവിലുള്ള ഭിന്നശേഷിക്കാർ എവിടെയാണെന്ന് അവർ ചോദിച്ചു പോയത്രേ. സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് വനിതാ ഓഫീസറുടെ വ്യക്തിത്വത്തെ അപമാനിച്ചുള്ള സന്ദേശം വന്നത്. ഓഫീസറെ അധിക്ഷേപിക്കും വിധം സന്ദേശമയച്ച കുടശനാട് മുരളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പത്തനംതിട്ട ജില്ലയിൽ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും മഹിളാ മന്ദിരങ്ങളും ഉൾപ്പെടെ 90 സ്ഥാപനങ്ങളുണ്ട്. ഇവയിൽ ബഹുഭൂരിപക്ഷവും സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളവയാണ്. ഇവയുടെ മേൽനോട്ടം സാമൂഹ്യനീതി വകുപ്പിനാണ്. ഓരോ സ്ഥാപനങ്ങളും കൃത്യമായി പരിശോധിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ബന്ധപ്പെട്ട വകുപ്പിലെ ജീവനക്കാരാണ്. ഇത്തരം പരിശോധനയുടെ ഭാഗമായാണ് ജില്ലാ ഓഫീസർ ഷംല ബീഗം അടൂരിലെ കസ്തൂർബ ഗാന്ധി ഭവനിലും കോന്നിയിലെ ദേവലോകം കേന്ദ്രത്തിലും എത്തിയത്. കസ്തൂർബ വൃദ്ധരുടെയും ദേവലോകം ഭിന്നശേഷിക്കാരുടെയും സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടങ്ങളിലെ സന്ദർശനവും പരിശോധനയും ഇഷ്ടപ്പെടാത്ത ചിലരുടെ ഭയാശങ്കകളാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഭീഷണിയും അധിക്ഷേപവുമായി വന്നത്. ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ മോശപ്പെട്ട സന്ദേശമിട്ട മുരളി എങ്ങനെ ഈ ഗ്രൂപ്പിൽ കടന്നുകൂടിയെന്ന് അന്വേഷിക്കുന്നുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ബഹുമാന്യ ഷംല ബീഗത്തെക്കുറിച്ച് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത് ശ്രദ്ധയിൽപ്പെടുവാൻ ഇടയായി തീർന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 90-ലധികം സ്ഥാപനങ്ങളാണ് ഉള്ളത്. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നിയമപ്രകാരവും വളരെ മാതൃകാപരമായിട്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. നമ്മുടെ ജില്ലാ ഓഫീസർ ശ്രീമതി ഷംല മാഡം സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും പോരായ്മകളുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ശാന്തമായി പറഞ്ഞു തരികയും ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥയാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നിയമത്തിന് ആരും അധീനരല്ല. നിയമത്തിന് വിധേയപ്പെട്ട് മാത്രമേ നമുക്ക് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ. എന്തെങ്കിലും നിയമലംഘനങ്ങൾ വന്നാൽ അത് ഉദ്യോഗസ്ഥർക്കാണ് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് അവരവരുടെ കൃത്യനിർവഹണം നന്നായി ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ നീതിയോടും ഉത്തരവാദിത്വ ബോധത്തോടും ചെയ്യുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരുടെ വീര്യം കെടുത്തുന്ന പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതാണ്. ഈ അടുത്ത സമയത്ത് ഒരു ആരോപണം, ഒരു പ്രസ്താവന ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനിടയായിത്തീർന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു സംഭവത്തോടു കൂടി ഏവരും തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് മാത്രമേ പറയാവൂ എന്നുള്ള കാര്യം ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. സത്യസന്ധവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർക്കാനേ ഈ വ്യാജ ആരോപണം കൊണ്ട് കഴിയുള്ളൂ. ചുരുങ്ങിയ കാലം കൊണ്ട് ഓർഫനേജ് മേഖലകളിൽ എല്ലാ സ്ഥാപനങ്ങളിലും വരികയും എല്ലാം നല്ല രീതിയിൽ നോക്കി അഭിപ്രായങ്ങൾ പറയുകയും അത് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ നേരെയാക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയും കൂടാണ് ഷംല മേഡം. വ്യാജ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ മേൽ നിയമ നടപടി സ്വീകരിക്കണം. പത്തനംതിട്ട ജില്ലയുടെ ക്ഷേമ സ്ഥാപനങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ജില്ലാ ഓഫീസറെ പരാമർശിച്ച് പേരെടുത്ത് പരാമർശിക്കുകയും അധിക്ഷേപകരമായ പോസ്റ്റ് ഇടുകയും ചെയ്തത് ഏറെ വേദനാജനകമാണ്. കാരണം ഈ ജില്ലാ ഓഫീസറിൻ്റെ കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ആ കൃത്യനിർവഹണത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ നേരിൽ കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഹയർ അതോറിറ്റിക്ക് പരാതി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ചെയ്തത് 90ഓളം സ്ഥാപനങ്ങളുടെ മേധാവികളും 20-25ഓളം ഒഫീഷ്യൽ ജീവനക്കാരും ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പിൽ അവരെ പേരെടുത്ത് പരാമർശിച്ച് അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. ഇതിനെ ഒരിക്കലും അനുയോജിക്കാൻ തയ്യാറല്ല
എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലും ഞാനും അതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിഭവന്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപകരമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗാന്ധിഭവൻ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തം ഇല്ലെന്നും അങ്ങനെയുള്ളവർ ഗാന്ധിഭവൻ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കില്ലെന്നും ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ രേഖാമൂലം അധികൃതരെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.